നമ്മളുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്നെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ എന്ന് പറഞ്ഞു. Just as the Son of Man came not to be served, but to serve and to give his life as a ransom for many. The Gospel according to St. Matthew chapter 20, verse 28. മനോഹരമായിട്ടുള്ള ഈ ചെറിയ ദേവാലയത്തിൽ നിങ്ങളോട് എല്ലാവരോടും ചേർന്ന് എന്നെ ദൈവത്തെ ആരാധിക്കുവാൻ കൊണ്ടിടയായി തീർന്നിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുകയും മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ എല്ലാ ആശംസകളും നിങ്ങളെ ഓരോരുത്തരെയും ഈ അവസരം ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് വിശുദ്ധ ഏവൻഗേലിയനായിട്ട് വായിച്ച ഭാഗത്തു നിന്ന് 3 ചിന്തകൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ നൽകണം എന്നത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. 3 സിംബൽസ്. 1 വട്ടപൂജ്യം, 2-ാമത്തേത് കുരിശ്, 3-ാമത്തേത് പാത്രത്തിലുള്ള വെള്ളം. ഈ സിംബൽസ് മറക്കരുത്. 1 ഞാൻ പറഞ്ഞത് വട്ടപൂജ്യം, 2-ാമത്തെ ഞാൻ പറഞ്ഞത് കുരിശ്, 3-ാമത് ഞാൻ പറഞ്ഞത് പാത്രത്തിൽ അല്പം വെള്ളം. കർത്താവായ യേശുക്രിസ്തു തൻ്റെ അടുത്ത് വന്നതായുള്ള സബദി പുത്രന്മാരുടെ അമ്മയോട് സംസാരിക്കുന്നതായുള്ള അവസരത്തിൽ എല്ലാവരോടുമായി പറഞ്ഞതായിട്ടുള്ള ഒരു വാക്യമാണ് ഇപ്പോൾ നാം ധ്യാനിക്കുന്നതിനായിട്ട് തിരഞ്ഞെടുത്തത്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്നെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത് എന്ന് പറഞ്ഞു. ഇന്ന് വൈദിക ഞായറാഴ്ചയാണ് എന്നെ പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് സഭയിലുള്ള എല്ലാ പട്ടക്കാരെയും കുറിച്ചാണ്. ഒരു രീതിയിൽ അത് ശരിയാണ്. എന്നാൽ മാമോദിസ ഏറ്റതായുള്ള എല്ലാവരും തന്നെ പട്ടത്വത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇന്ന് വൈദിക ഞായറാഴ്ച എന്ന് പറഞ്ഞ് വേർതിരിച്ച് ചിന്തിക്കുന്നതായുള്ള എല്ലാ കാര്യങ്ങളും നമ്മെ എല്ലാവരെയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നത് ഓർക്കേണ്ടത് ആവശ്യമാണ്. ഒന്നാമതുണ്ടാവേണ്ടത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളുടേത് എന്ന് നാം പറയുന്നത് വട്ടപൂജ്യമായിട്ട് മാറണം. ഇതൊരു ദൈവിക വിളിയാണ്, വൊക്കേഷനാണ്. ഇതൊരു പദവിയല്ല, അധികാരമല്ല. അതിനെക്കുറിച്ചൊക്കെ കർത്താവ് പറയുന്നുണ്ട്. പദവിയും അധികാരങ്ങളൊന്നുമല്ല, അതൊക്കെ മഹത്തുക്കളായിട്ടുള്ള ആളുകൾ ചെയ്യുന്നതായുള്ള കാര്യങ്ങളാണ്. എന്നാൽ മനുഷ്യപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നത് ശുശ്രൂഷ ചെയ്യിപ്പാനായിട്ടല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്നെ ജീവനെ മറുവിലയായിട്ട് കൊടുപ്പാനും അത്രേ എന്നത് പറയുക. ദൈവജനത്തെ ധന്യതയോടുകൂടെ നയിക്കുവാനായിട്ടും ആത്മീയമായിട്ട് പരിപാലിക്കുവാനായിട്ടും വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് പട്ടക്കാർ എന്ന് പറയുന്നത്. ഇന്ന് നാം വായിച്ചതായുള്ള വേദഭാഗങ്ങളിൽ 1 യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിനുള്ള ഭാഗമാണ്. യെരമ്യാവിനെ ദൈവം വിളിക്കുന്നതായുള്ള അവസരത്തിൽ ഞാൻ ബാലനാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവം അവനോട് പറയുന്നത്, നീ അങ്ങനെ പറയരുത്. നീ ബാലനാണോ, നീ വയസ്സനാണോ, ഇതല്ല എൻ്റെ ചോദ്യം. നിൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നീ ഉരുവാകും മുമ്പ് നിന്നെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഈവൻ ബിഫോർ യു were born on this earth, I knew you. ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ മനുഷ്യരെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അത് കണ്ടെത്തുകയാണ് വൊക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഓരോരുത്തരെക്കുറിച്ചും ദൈവം ആഗ്രഹിച്ചിരിക്കുന്നത് എന്നത് കണ്ടെത്തുക. ഇത് 2 ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അവരാദ്യമായിട്ട് വിശുദ്ധ കുർബാന ശുശ്രൂഷ സ്വീകരിക്കുവാനായിട്ട് പോവുകയാണ്. കമ്മ്യൂണിക്കൻ മെമ്പേഴ്സായിട്ട് തീരുവാനായിട്ട് പോവുകയാണ്.
ഇന്ന് യൂത്ത് മൈഗ്രേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാലഘട്ടത്തിൽ ആര് പറയുന്നതാണ് കേൾക്കേണ്ടത്? മാതാപിതാക്കൾ പറയുന്നത് ഇപ്പോൾ വിലയില്ല. തങ്ങളുടെ കൂട്ടുകാർ പറയുന്നത് ഇപ്പോഴുള്ള പുതിയ ട്രെൻഡ് എന്താണ് എന്ന് മനസ്സിലാക്കി എനിക്കത് വേണം എന്ന് പറയുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. എന്നാൽ ശിശുവായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുകയും വചനത്തെ ധ്യാനിക്കുകയും ദൈവം ഓരോ ദിവസവും തങ്ങളോട് പറയുന്നതായുള്ള കാര്യങ്ങൾ കേൾക്കുകയും ചെയ്ത് വളർന്നു വരുന്നതായുള്ള ആളുകൾക്ക് തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന എന്ത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു ടീച്ചറായി തീരുക എന്ന് പറയുന്നത് ഒരു വൊക്കേഷനായിരിക്കും. എങ്ങനെ ട്യൂഷനൊക്കെ എടുത്ത് പൈസ ഉണ്ടാക്കാമെന്നല്ല ചിന്തിക്കേണ്ടത്, ഇത് വൊക്കേഷനാണ്. ഒരു ഡോക്ടറായി തീരുക എന്ന് പറയുന്നതായുള്ള അവസരത്തിൽ ഞാൻ ഒത്തിരി ലക്ഷങ്ങളൊക്കെ ചിലവാക്കിയാണ് പഠിച്ചത്, അതുകൊണ്ട് ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കാം, അല്ല, അതൊരു വൊക്കേഷനാണ്. അതുപോലെ ഓരോ തരത്തിലുള്ള നമ്മളുടെ ജീവിതത്തിൻ്റേതായുള്ള മാർഗങ്ങൾ ഏതാണേലും, ഒരു കർഷകനായാലും ഒരു ബിസിനസ്സുകാരനായാലും എല്ലാം ദൈവം അവിടെ ആക്കിയിരിക്കുന്നു എന്നുള്ളതായുള്ള ബോധ്യം ഉണ്ടാകുന്നു. നിയോഗം ദൈവത്തിൻ്റേതാണ്. അതുകൊണ്ട് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുന്നതായുള്ള അവസരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം വട്ടപൂജ്യമായി തീരേണ്ടതായുള്ള ആവശ്യകതയുണ്ട്. എവിടെ? എൻ്റേത്, ഞാൻ എന്ന് ചിന്തിക്കുന്നതായുള്ള എല്ലാ രംഗങ്ങളിലും വട്ടപൂജ്യമായിട്ട് തീരണം. മുറിവുകൾ എന്ന ഒരു പുസ്തകം എഴുതിയതായിട്ടുള്ള കൃഷ്ണമൂർത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കൽ കൃഷ്ണമൂർത്തിയോടെ ഡൽഹിയിൽ നിന്ന് ഫോൺ കോൾ വന്നു, നിങ്ങൾക്കൊരു പുരസ്കാരം കിട്ടുവാനായിട്ട് പോവുകയാണ്, ഒരു അവാർഡ് കിട്ടുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ രാത്രി തന്നെ നമ്മുടെയൊക്കെ ഇപ്പോഴുള്ള ട്രെൻഡ് പോലെ ആ രാത്രി തന്നെ പലരോട് വിളിച്ചു പറഞ്ഞു, നാളെ എനിക്ക് അവാർഡ് കിട്ടുന്നതായിട്ടുള്ള ദിവസം. രാവിലെ തൻ്റെ വീട്ടിൽ പത്രം വരുന്നത് 9 മണിക്കേ ഉള്ളൂ. എന്നാൽ 6 മണിക്ക് മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ പത്രം വരും. അതുകൊണ്ട് നേരം വെളുത്ത് രാവിലെ തന്നെ എഴുന്നേറ്റ് റെയിൽവേ സ്റ്റേഷനിൽ പോയി. എന്തിനാ? തൻ്റെ പടമുണ്ടോ വാർത്തയുണ്ടോ എന്നറിയാനായിട്ട്. ഇല്ലായിരുന്നു. ആ രാത്രിയിൽ ഡൽഹിയിലെ ഒരു തിരിമറി ഉണ്ടായി. അതുകൊണ്ട് പേപ്പറിൽ വന്നതായുള്ള പടം മറ്റൊരാളുടേതാണ്, വാർത്ത വന്നതും മറ്റൊരാളുടേതാണ്. വലിയ സ്ട്രെസ്സും സ്ട്രെയിനും അദ്ദേഹത്തിനുണ്ടായി. മാനസികമായിട്ട് അദ്ദേഹം തളർന്നു. പോയി ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ച് ബെഡേലേക്ക് പോയതായിട്ടുള്ള അവസരത്തിൽ ഒരു സിസ്റ്റർ അദ്ദേഹത്തെ വിളിച്ചു. നാളെ രാവിലെ യൂണിവേഴ്സിറ്റി ഹാളിനടുത്തുള്ളതായ സ്റ്റാച്യുവിൻ്റെ അടുത്ത് വരണം, ഞാനവിടെ കാണും. വേറൊന്നും പറഞ്ഞില്ല, നാളെ രാവിലെ വരണം. അദ്ദേഹം ഒരുങ്ങി രാവിലെ തന്നെ അവിടെ ചെന്നപ്പോൾ സിസ്റ്റർ അവിടെയുണ്ട്. ഈ സിസ്റ്ററെ ഈ കൃഷ്ണമൂർത്തിയെ കൂട്ടിക്കൊണ്ട് പോയത് ഒരു അനാഥാലയത്തിലാണ്. അങ്ങനെയൊന്നും ഇന്ന് പറയുകയില്ല. മാതാപിതാക്കളില്ലാത്തതായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ അടുത്തേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ആ ഹാളിൽ, ആ മുറി, കുട്ടികളെ നോക്കുന്നതായിട്ടുള്ള സ്ഥലത്ത് ഒത്തിരി തൊട്ടിലുകളുണ്ട്. അപ്പോൾ അതിലെല്ലാം ഓരോ കുഞ്ഞുങ്ങൾ കിടക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളെ കാണിക്കാനായിട്ട് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകുന്നതായുള്ള അവസരം ചില കുഞ്ഞുങ്ങളൊക്കെ കരയുന്നുണ്ട്, ഉണർന്ന് കരയുകയാണ്. കുഞ്ഞുങ്ങൾക്ക് അതേ അറിയത്തുള്ളൂ, വേറെ ലാംഗ്വേജ് ഒന്നും അറിയത്തില്ല, ഒറ്റ ലാംഗ്വേജ് മാത്രം, കരയുക. അതിനിടയിൽ കൂടെയൊക്കെ കൊണ്ടുപോയതിന് ശേഷം ഒരു തൊട്ടലിൻ്റെ അടുത്ത് ചെന്ന് അവിടെ നിന്നതായിട്ടുള്ള അവസരത്തിൽ ഈ കുഞ്ഞിനെ കണ്ടോ എന്ന് ചോദിച്ചു.
അപ്പോൾ ആ തൊട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റെഫി, അതാണ് ആ കുഞ്ഞിന് കൊടുത്തിരിക്കുന്ന പേര്. വളരെ മനോഹാരിത ഉള്ളതായിട്ടുള്ളൊരു കുഞ്ഞ്. കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷവും ആഗ്രഹമൊക്കെ ഉണ്ടായി. ആ കുഞ്ഞിനെ ഒന്നെടുത്ത് മാറോട് ചേർത്ത് ഉമ്മ വെച്ചാലോ എന്നുള്ളതായിട്ടുള്ളത്. അങ്ങനെ അതിശയിച്ച് നിൽക്കുന്നതായുള്ള അവസ്ഥയിൽ ഈ സിസ്റ്ററെ ആ കുഞ്ഞിനെ മൂടിയിരുന്നതായ തുണിയങ്ങ് മാറ്റി. അപ്പോൾ കണ്ടതായുള്ള കാഴ്ച, ആ കുഞ്ഞിന് 2 കൈയുമില്ല 2 കാലുമില്ല. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ചിലരുടെ പുരികമൊക്കെ വളഞ്ഞിട്ടുണ്ട്. അത് തന്നെ കൃഷ്ണമൂർത്തിക്കും സംഭവിച്ചു. വളരെയധികം സങ്കടം തോന്നി. അപ്പോൾ ഇങ്ങനെ ഒരു ആത്മകഥം എന്ന പോലെ അദ്ദേഹം ചോദിക്കുന്നത്, ഈ കുഞ്ഞ് വളരും, ഈ കുഞ്ഞ് സ്കൂളിൽ പോയി പഠിക്കേണ്ടതായിട്ട് വരും, ഈ കുഞ്ഞ് ഒരു യുവതിയാകും, പിന്നൊരു വിവാഹിതയാകും, ഒരമ്മയാകും. അപ്പോൾ ആരൊക്കെയായി ഇവളെ സഹായിക്കുവാനായിട്ട് പോകുന്നത്? ആരുമില്ലാത്തതായുള്ളൊരവസ്ഥ. ഈ കൃഷ്ണമൂർത്തി കുറേ നേരം ആ കുഞ്ഞിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. വളരെ വേദനാജനകമാണെങ്കിലും ഏതോ ഒരു അട്രാക്ഷൻ ആ കുഞ്ഞിനോടുണ്ടായി. സിസ്റ്ററാണ് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയത്. എന്നാൽ വിളിച്ചുകൊണ്ട് പോയെങ്കിലും പിന്നെയും ഈ സ്റ്റെഫിയെ കാണാനായിട്ട് കൃഷ്ണമൂർത്തി അവിടെ വന്നിരുന്നു. ആ കുഞ്ഞെ വളർന്നു വന്നതായുള്ള അവസരത്തിൽ യൂറോപ്പിലുള്ളതായുള്ള ദമ്പതികൾ ആ കുഞ്ഞിനെ ദത്തെടുത്തു. എന്താണ് അതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്? മനസ്സൊന്ന് ഊഹിക്കാവാം. ഈ ലോകത്തിൽ വേണ്ടാത്തതായ ഒരു കുഞ്ഞുമില്ല. ഈ ലോകത്തിൽ വേണ്ടാത്തതായ ഒരു കുഞ്ഞുമില്ല. ഇവിടെ സൂര്യകൃഷ്ണമൂർത്തി തൻ്റെ മനസ്സിലെ വിചാരിക്കുന്നുണ്ട്, ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ ദൈവം തരുന്നതായുള്ള അവാർഡ്. The very fact that you are a created being, a normal human being, that's the greatest award that you can get from God Almighty. എന്നെ കേൾക്കുന്നതായുള്ള സഹോദര സഹോദരികളെ, മാതാപിതാക്കളെ, ഇത് ജീവിതത്തിലൊന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമോ? ഒരു കുഞ്ഞ് ജീവിതത്തിൽ ഉളവാകുക എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ്. താഴെ പോലും വയ്ക്കാതെ കൊണ്ടു കിടക്കും കുറേ നാളത്തേക്കെങ്കിലും. പിന്നെ ഭാരമൊക്കെ വരുന്നതായുള്ള അവസ്ഥ വേറെ ആരെങ്കിലും ഒന്ന് എടുത്തിരുന്നെങ്കിൽ എന്നൊന്നുള്ള ആഗ്രഹിക്കും. ദൈവത്തിൻ്റെ ദാനമായുള്ള ഓരോ കുഞ്ഞിനെയും ദൈവം നമുക്ക് നൽകുമ്പോൾ ഒരു കുഞ്ഞിനെ നോർമലായിട്ട് ദൈവം എനിക്ക് തന്നു എന്നുള്ളതിൽ സന്തോഷിക്കുന്നതിനായിട്ട് സാധിക്കും. ഇതുകൊണ്ടാണ് പറയുന്നത്, ലോകത്തിൻ്റേതായുള്ള പ്രലോഭനങ്ങളോ മനുഷ്യൻ്റേതായുള്ള സമ്മർദ്ദങ്ങളോ ഇതൊക്കെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ജീവിതം വട്ടപൂജ്യമായിട്ട് തീരണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇതാണ് ഈ ലോകത്തിൽ ജനിക്കുന്നതായിട്ടുള്ള ഓരോ വ്യക്തിയിലും ഉണ്ടാവേണ്ടതായിട്ടുള്ള വസ്തുത. ക്രൂശിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ വട്ടപൂജ്യമായിട്ട് തീരണം. യു ഷുഡ് ഡൈ. ഇതൊക്കെ പറയുമ്പോൾ എന്നോട് ചിലർക്കെങ്കിലും ഒരു പരുഷം തോന്നും. ഒന്നും പറയത്തില്ലെന്ന് എനിക്കറിയാം. എന്നാൽ മനസ്സിലൊരു ചെറിയ നീരസം, എനിക്കിങ്ങനെയൊക്കെ പറയാം. എന്നാൽ മനസ്സിലാക്കുന്നുണ്ടോ, നമ്മളുടെ ഓരോ ജീവിതത്തിലും when we breathe in and breathe out, there's a mechanical action going on. When we breathe in and breathe out, ഒരു നിമിഷത്തേക്ക് നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുക, ഒരു നിമിഷം മരിക്കുകയാണ്. And then we come back to
ലൈഫ്. ഒറ്റ നിമിഷം, മേ ബി എ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മരിക്കുന്നുണ്ട്. നമ്മെ ജീവനുള്ള ദേഹിയായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമ്മെ അനുവദിച്ചിരിക്കുന്നത് തൻ്റെ ജീവനെ മറുവിലയായിട്ട് കൊടുത്തത് കൊണ്ടാണ്. ബിക്കോസ് ഹി ഡൈഡ് ഓൺ ദ ക്രോസ്. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് എന്നാണ് പറയുന്നത്. ശൂന്യമായ യേശു, ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. ദൈവ പൈതലായിട്ട് ഈ ലോകത്തിൽ ജീവിപ്പാൻ നമുക്ക് ആവശ്യമായിരിക്കുന്ന ആദ്യത്തെ പടിയാണ് എംപ്റ്റി യുവർസെൽഫ്. ഒരു ബുദ്ധ സന്യാസിയെ കാണുന്നതിനായിട്ട് ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്ന്, അദ്ദേഹം ധ്യാനത്തിലിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാദപീഠത്തിൽ കൊണ്ടുപോയി കുറച്ച് പൂക്കളിട്ടിട്ട് മടങ്ങിപ്പോകാനായിട്ടുള്ള താല്പര്യത്തിലാണ് കയറി ചെല്ലുന്നത്. എന്നാൽ മുറിയിലേക്ക് കയറിയപ്പോൾ തന്നെ ഈ ബുദ്ധ സന്യാസി അറിഞ്ഞു ആരോ തന്നെ മുറിയിൽ കയറിയിട്ടുണ്ട് എന്നത്. നോക്കിക്കൊണ്ട് ആ സന്യാസിയോട് പറഞ്ഞു, ഡ്രോപ്പ് ഇറ്റ്. ആ ശബ്ദം കേട്ടതായുള്ള വേളയിൽ തന്നെ അറിയാതെ തൻ്റെ കൈക്കുമ്പിളിൽ നിന്ന് ഒരു കൈ താഴെ പോയി. എന്ന് പറഞ്ഞാൽ കുറേ പൂക്കൾ അതിൻ്റെ ദളങ്ങളെ താഴെ വീണു. ബാക്കി ഇത്രയെങ്കിലും ഉണ്ടല്ലോ എന്ന് വെച്ചുകൊണ്ട് അതുകൊണ്ട് ഇടാനായിട്ടുള്ള താല്പര്യത്തിൽ മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുകയാണ്. അപ്പോൾ പിന്നെയും പറഞ്ഞു, ഡ്രോപ്പ് ഇറ്റ്. ഇതെന്താ ഇങ്ങനെ തന്നോട് ഗുരു ആജ്ഞാപിക്കുന്നത് എന്നതൊക്കെ വിചാരിച്ച് വളരെയധികം പ്രയാസപ്പെട്ട് നിൽക്കുന്നതായുള്ള സാഹചര്യത്തിൽ തൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ വരുന്നുണ്ട്. കാരണം തൻ്റെ ഒരു സ്നേഹവും അഫെക്ഷനും ഒന്നും മനസ്സിലാക്കാതെയാണല്ലോ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഗുരു ഒരു മന്ദസ്മിതം നൽകിക്കൊണ്ട് പറയുന്നുണ്ട്, ഡിയർ, നോട്ട് യുവർ സെൽഫ് ബട്ട് ദ ഫ്ലവേഴ്സ്. യു ഡ്രോപ്പ് ഓൾ ദ ഫ്ലവേഴ്സ് ദർ. അതൊന്നുമല്ല എനിക്ക് ആവശ്യം. എനിക്ക് ആവശ്യമായിരിക്കുന്നത് നിൻ്റെ സമർപ്പണമാണ്, നിൻ്റെ സ്നേഹമാണ്. യു ബ്രിങ് ദാറ്റ് ഓവർ. കുറേ ഇതളുകളൊക്കെ കൊണ്ടുവന്ന് എൻ്റെ പാദപീഠത്തിൽ ഇടുന്നതാണ് എൻ്റെ സന്തോഷം എന്നല്ലേ നീ വിചാരിച്ചിരിക്കുന്നത്. തെറ്റാണ്. നോ, ഐ വോണ്ട് യു, ഐ വോണ്ട് യു. നമുക്കിത് പറയുന്നതിനായിട്ട് സാധിക്കുമോ? ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഈ പള്ളിയിൽ ഒരു മെത്രാപ്പോലിത്ത വന്നത് എന്ന് ഞാൻ വന്നു കയറിയ ഉടനെ എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എനിക്ക് വേണ്ടത് നിങ്ങളെയാണ്, സഭയ്ക്ക് വേണ്ടത് നിങ്ങളെയാണ്. നോട്ട് യുവർ വെൽത്ത്, നോട്ട് യുവർ പൊസിഷൻ, നോട്ട് ദി അതോറിറ്റി ദാറ്റ് യു ഹാവ്, ബട്ട് വി വാണ്ട് യുവർ സിമ്പിൾ സെൽഫ്. സഭയോട് ലോയലായിരിക്കുന്ന, സഭയുടെ മക്കളെന്ന് ധൈര്യത്തോടെ സന്തോഷത്തോടെ പറയുവാൻ സാധിക്കുന്നതായിട്ടുള്ള ജനത്തെയാണ് ആവശ്യം. ഇന്ന് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നതായുള്ള നമ്മളോടെല്ലാം നാം പറയേണ്ടതായുള്ള വസ്തുതയാണ്, നോട്ട് ദ ഫ്ലവേഴ്സ് മൈ ഡിയർ ബട്ട് യുവർ ഓൺ സെൽഫ്. യുവർ ഓൺ സെൽഫ് വട്ടപൂജ്യമായിട്ട് തീരുന്നത് ദൈവത്തിന് വേണ്ടി സകലവും സമർപ്പിക്കുന്നതിനായിട്ടാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞു, കുരിശ്. ഈ മധുബായിൽ തന്നെ 3 കുരിശ് ഉണ്ട്. ചില സഭാവിഭാഗങ്ങളിൽ മേൽപ്പെട്ടത്വം നൽകുന്നതായുള്ള അവസരത്തിൽ ആദ്യം റഹ്മാനായിട്ടൊക്കെ ആണല്ലോ പിന്നെ മെത്രാച്ചനൊക്കെ ആക്കുന്നത്. അങ്ങനെയുള്ള സഭാവിഭാഗങ്ങളിലൊക്കെ ആ ഓർഡർ ഓഫ് സർവീസിൻ്റെ മധ്യത്തിൽ, ലിറ്റർജിയുടെ മധ്യത്തിൽ ഒരു കുരിശ കയ്യിൽ കൊടുക്കും. അതിങ്ങനെ തോളൽ വെച്ചുകൊണ്ടാണ് പിന്നെ ആ ശുശ്രൂഷയിലെല്ലാം അവിടെ നിൽക്കേണ്ടത്. കുരിശ് ധരിക്കുന്നവരായിരിക്കണമെന്ന് അതിൻ്റെ അർത്ഥം. കുരിശ് ധരിക്കുന്നവരായിരിക്കണം. നമ്മുടെ ആരാധനയ്ക്കായിട്ട് ദേവാലയത്തിൽ വരുന്നതായുള്ള അവസരത്തിലെല്ലാം കുരിശിന് അഭിമുഖമായി നിന്നാണ് നാം ആരാധിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. കുരിശ് ഒരു ശാപവസ്തുവല്ല, കുരിശ് ഒരു അനുഗ്രഹത്തിൻ്റെതായുള്ള മുഖാന്തരമാണ്. ഞങ്ങളെ അനുഗ്രഹിക്കുവാനൊക്കെ കുരിശിൽ യാഗമായി തീർന്നതായിട്ടുള്ള ദൈവമേ, നിന്നെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ
നീ എന്നിലും ഞാൻ നിന്നിലുമായിരിക്കുന്ന അനുഭവത്തിലേക്ക് വളരുവാൻ എന്നെ സഹായിക്കണം. അതാണ് കുരിശിൻ്റെ അനുഭവം. വൈക്കേറിയസ് സഫറിങ് എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ എന്നാ? നോട്ട് ദ സഫറിങ് ഫോർ യുവർ ഓൺ സെൽഫ്. എൻ്റെ കാല് തട്ടി വിരൽ മുറിയുന്നതായുള്ള അവസ്ഥയിൽ അനുഭവിക്കുന്നതായുള്ള വേദനയെക്കുറിച്ചല്ല പറയുന്നത്. ഞാൻ ആരെയെങ്കിലും വീണ്ടെടുക്കുവാണ്ടൊക്കെ ആഗ്രഹിച്ച് ചെയ്യുന്നതായുള്ള ശുശ്രൂഷകളാണ് വൈക്കേറിയസ് സഫറിങ്. പുരയ്ക്ക് തീ വരുന്നതായിട്ടുള്ള, തീ കത്തുന്നതായുള്ള അവസരത്തിൽ ആ പുരയിലുള്ള കുഞ്ഞിനെക്കുറിച്ച് ഓർക്ക് ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുത്ത് റെസ്ക്യൂ ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ള ശുശ്രൂഷയാണ് വൈക്കേറിയസ് സഫറിങ്. സഫറിങ്ങിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി സഫർ ചെയ്യുവാനായിട്ട് നമ്മൾ എത്ര ആളുകൾ താല്പര്യപ്പെടും? നമുക്കുള്ളതിൽ തന്നെ മുറിച്ച് കൊടുക്കുന്നതാണ് ശരിയായിട്ടുള്ള ഗിവിങ് എന്ന് പറയുന്നത്. യേശുക്രിസ്തു തന്നോട് തർക്കിച്ചതായുള്ള ആളുകളുമായുള്ള തർക്കമെല്ലാം കഴിഞ്ഞതിന് ശേഷം വെറുതെ പള്ളിയിൽ നിൽക്കുമ്പോൾ ഒരു പാവപ്പെട്ട ദരിദ്രയായുള്ള വിധവയായുള്ള ഒരു സ്ത്രീ അവിടെ വന്ന് തൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നതായുള്ള 2 കാശ് അതിലിട്ടത് കാണുകയുണ്ടായി. അപ്പോൾ പറഞ്ഞു, ഇവരെല്ലാവരെക്കാളും കൂടുതലധികം ഇട്ടത് അവളാണ്. അടുത്ത നേരത്തേക്കുള്ളത് ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ എനിക്കില്ലെങ്കിലും നിനക്ക് വേണം എന്ന് മനസ്സിലാക്കി സഫർ ചെയ്യുന്നതായിട്ടുള്ള ഒന്നിനെയാണ് വൈക്കേറിയസ് സഫറിങ് എന്ന് പറയുന്നത്. എൻ്റെ മിനിസ്ട്രി എന്ന് പറയുന്നത് നിൻ്റേതല്ല, നമ്മളുടേതല്ല. മിനിസ്ട്രി ദൈവത്തിൻ്റേതാണ്. അതിൽ നമ്മളെ ചേർക്കുകയാണ് ചെയ്യുന്നത്. ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു, ശൗലിന് ശേഷമുള്ളതല്ല രാജാവിൻ്റെ അഭിഷേകം ചെയ്യണം. ശൗലിനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇശായിയുടെ വീട്ടിലാണതുള്ളത്. അവിടെ ചെന്നതായുള്ള അവസരത്തിൽ തൻ്റെ മൂത്ത പുത്രന്മാരെയൊക്കെ ഇശായി ഇങ്ങനെ നിരത്തുന്നുണ്ട്. അപ്പോൾ പറയുന്നു, മനുഷ്യൻ കണ്ണിന് കാണുന്നു, ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. അപ്പോൾ അവസാനം ചോദിക്കുന്നുണ്ട്, ഇത്രയേ ഉള്ളോ? അപ്പോൾ ജെസ്സി പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഒരാളുണ്ട് ആടിനെ മയിക്കുവാനായിട്ട് പോയിരിക്കുകയാണ്, അവനെ വിളിക്കുക. അങ്ങനെയാണ് ദാവീദ് അവിടെ വരുന്നത്. വന്ന അവസരത്തിൽ തന്നെ ദൈവം ശമൂവേലിനോട് പറഞ്ഞു, ഇവനെ അഭിഷേകം ചെയ്യണം. ഐ വോണ്ട് ഹിം, മറ്റാരെയും വേണ്ട, എനിക്ക് അവനെയാണ് വേണ്ടത്. പിന്നെ ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതായുള്ള അവസരത്തിൽ എൻ്റെ പിന്നാലെ ഉറക്കെ ചെല്ലുന്നതായുള്ള വിശ്വാസത്തിൻ്റെ വാക്കുകളുണ്ട്. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സാത്താൻ്റേതല്ല, മശിഹായുടേതാണ്. എൻ്റെ ജീവിതം മശിഹായ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടതായുള്ളതാണ്. അതുകൊണ്ടാണ് കുർബാനയിൽ സംബന്ധിപ്പാനൊക്കെ ഇടയായിട്ട് തീരുന്നത്. കമ്മ്യൂണിക്കൻ മെമ്പറായിട്ട് തീരുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ശരീരം ഭക്ഷിപ്പാനായിട്ടും അവൻ്റെ രക്തം പാനം ചെയ്യുവാനായിട്ടും ക്വാളിഫൈഡ് ആകുക എന്നാണ്. ആ ക്വാളിഫിക്കേഷൻ കർത്താവിൻ്റേതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി അത് ചെയ്യാനായിട്ട് സാധിക്കും. ഷാജി ജോസാർ എഴുതിയതായിട്ടുള്ള 24-ാമത്തെ പുസ്തകം പുഴയിൽ ശ്രുതിമീട്ടും പൂമരങ്ങൾ എന്നുള്ളതായിട്ടുള്ള പുസ്തകം. അതിനകത്ത് ഇന്ത്യൻ റെയിൻബോ എന്നുള്ളതായിട്ടുള്ള ഒരു ഭാഗത്തെ ലഫ്റ്റനൻറ്റ് കേണൽ സോണിയ ചെറിയൻ തൻ്റെ വീട്ടിലിരുന്ന് പടം വരയ്ക്കുകയാണ്. അപ്പോൾ തൻ്റെ അടുത്തുള്ള ബസ്സിലുണ്ടായിരുന്നതായുള്ള കേത്തോ എന്നുള്ളതായുള്ള ഒരു ഗിരിവർഗക്കാരൻ അവിടെ ഉണ്ടായിരുന്നുണ്ട്. അവൻ വന്ന് ഈ പടം വരച്ചുകൊണ്ടിരുന്നൊക്കെ കണ്ടു. പടം വരച്ചു കഴിഞ്ഞപ്പോൾ സോണിയായോട് പറഞ്ഞു, ഇതെൻ്റെ ലെനോയെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു.
അപ്പോൾ ഉടനെ സോണിയ ചോദിച്ചു, അതാരാ നിൻ്റെ ലെനോ? അവൻ പറഞ്ഞു, ലെനോയെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു, ലെനോയ്ക്ക് എന്നെ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അവൾ അതിൽ നിന്നൊക്കെ മാറി മറ്റൊരാളെ വിവാഹം കഴിച്ചു. അവർക്കൊരു കുഞ്ഞുണ്ടായി. ഈ കൊച്ചു മറിയാമെന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ അതുകൊണ്ട് ആ കൊച്ചിനെ വിളിക്കുന്നത് കൊച്ചു ലിനോ എന്നാണ്. ഇപ്പം എൻ്റെ ലിനോയെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞതായിട്ടുള്ള അവസരത്തിൽ അവൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചോദിച്ചതായിട്ടുള്ള സോണിയയ്ക്ക് മനസ്സിലായി അവനൊരു ഗിരിവർഗക്കാരനാണെങ്കിലും കൊഹീമയിലുള്ളതായിട്ടുള്ള മനുഷ്യനാണ്. അവിടെ നിന്ന് താഴ്വരയിൽ വന്ന് ഈ മിലിറ്ററി റെസ്റ്റോറൻറ്റിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നത് ഒരു ജോലി കിട്ടുവാൻ വേണ്ടി മാത്രമല്ല, കൊച്ചു ലിനോയെ പോയി കാണണം. അവൻ പറയുന്നുണ്ട്, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവധി എടുക്കുന്നത് എൻ്റെ കൊച്ചു ലിനോയെ പോയി കാണാനായിട്ടാണ്. സോണിയ പറഞ്ഞു, എന്താ ഞാൻ അടുത്ത പ്രാവശ്യം ഞാനോട് വരിക. സോണിയ ഈ ആളിൻ്റെ കൂടെ അവിടെ ചെന്നതായിട്ടുള്ള അവസരം, കെത്തോയുടെ ഒന്നിച്ച് അവിടെ പോയതായിട്ടുള്ള അവസരം, അവൻ്റെ കയ്യിൽ കുറച്ച് മുട്ടായിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുഞ്ഞിന് കൊടുക്കുകയാണ്. ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ കെത്തോയുടെ കൊച്ച് ലിനോയുടെ പേരൻസ് മരിച്ചുകൊണ്ടാണ് ആ കുഞ്ഞിനെ അവിടെ ആക്കിയിരിക്കുന്നത്. എന്താ മരണത്തിൻ്റെ കാരണം? 2 പേർക്കും HIV പോസിറ്റീവായിരുന്നു, മരിച്ചുപോയി. എയ്ഡ്സ് വന്ന് മരിച്ചതാണ്. അപ്പോൾ ഈ സോണിയ ഈ കെത്തോയോട് പറയുന്നുണ്ട്, നീ വിവാഹം കഴിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ നിങ്ങൾ 2 പേരും HIV ടെസ്റ്റൊക്കെ നടത്തിയതിന് ശേഷമേ വിവാഹം കഴിക്കാവുള്ളൂ. ഇവിടെയെല്ലാം വളരെ ധാരാളമായിട്ട് ആളുകൾക്ക് HIV പടരുന്നുണ്ട്. ഇപ്പോൾ കെത്തോ മറുപടിയായിട്ട് പറയുകയാണ്, മാഡം, ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ മാത്രമല്ല ഉള്ളൂ അതിൻ്റെ ആവശ്യം. എനിക്ക് ഈ കൊച്ച് ലിനോയെ പഠിപ്പിച്ച് ഒരു നേഴ്സാക്കി മാറ്റണം. ആ കൊച്ചു ലിനോയ്ക്ക് വേണ്ടി തൻ്റെ വിവാഹ ജീവിതം വേണ്ടാന്ന് വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യനെക്കുറിച്ചാണ് ആ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഷാജി ജോർജ് സാർ പറയുന്നുണ്ട്, ഈ ലോകത്തിൽ അങ്ങനെയുള്ള ചില പ്രകാശമുള്ള മനുഷ്യരുണ്ട് എന്നുള്ളത്. തങ്ങളുടെ ജീവിതത്തെ പ്രകാശമുള്ളതാക്കും, മറ്റുള്ളവർക്ക് പ്രകാശം നൽകും. അങ്ങനെ പ്രകാശമുള്ള ചില മനുഷ്യരുണ്ട്. അതിലൊന്നാണ് ഈ കെത്തോ എന്ന് പറയുന്നതായിട്ടുള്ള മനുഷ്യൻ. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയതായുള്ള ലേഖനത്തിലൂടെ പറയുന്നുണ്ട്, സ്നേഹം ദീർഘമായിട്ട് ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. നമുക്ക് പരിചയമുള്ള വാക്യല്ലേ? സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. ഈ 2 കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുമോ? ക്ഷമിക്കാനായിട്ടും ദയ കാട്ടാനായിട്ടും സാധിക്കും. വി ആർ വെരി കൈൻഡ് ആൻഡ് മേഴ്സിഫുൾ എന്ന് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്നതിനായിട്ട് സാധിക്കും. വി ആർ വെരി കൈൻഡ് ആൻഡ് മേഴ്സിഫുൾ. അതോ ഗർവത്തോടുകൂടി അധികാരമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുന്നതിനായിട്ട് ശ്രമിക്കുകയാണ്. പല ആളുകളുടെയൊക്കെ ആഗ്രഹം അങ്ങനെയാണ്. വീട്ടിൽ 2 കാറുണ്ടായിരിക്കണം, എൻ്റെ മകനോ മകളോ ആരെങ്കിലും വിദേശത്ത് പോകണം, എൻ്റെ ബാങ്ക് ബാലൻസ് എല്ലാം അവർക്ക് കൊടുക്കുന്നതിനായിട്ട് സാധിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളാണ് നമ്മുടെ പലരുടെയും മനസ്സിലുള്ളത്. എന്നാൽ സ്നേഹം ദീർഘമായിട്ട് ക്ഷമിക്കുകയും ദയ കാട്ടുകയും ചെയ്യുന്നു എന്ന് പറയുന്ന വെർച്യൂസ് ഉള്ളവരായി, സ്വഭാവങ്ങളുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയുമോ? ഒരു പട്ടക്കാരൻ എങ്ങനെയായിരിക്കണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? ഗർവുള്ളതായുള്ള മനുഷ്യനായിരിക്കണമെന്നാണോ? അധികാരമുള്ള മനുഷ്യനായിരിക്കണമെന്നാണോ? നമ്മളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കണമെന്നാണോ? നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും നമ്മളോട് ക്ഷമിക്കുകയും
പൊറുക്കുകയും ദയ കാട്ടുകയും ചെയ്യുന്നതായുള്ള ഒരാളായിരിക്കണം ഞങ്ങളുടെ ഇടവപ്പെട്ടക്കാരൻ എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. എങ്കിൽ ഈ വേദഭാഗം നമ്മോട് പറയുന്നത് നമ്മളും അങ്ങനെ തന്നെയായിരിക്കണം. അവിടെയാ പ്രയാസം. നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നതാണ് പ്രയാസം. കാരണം നമുക്ക് ഗർവുണ്ട്, നമുക്ക് അഹങ്കാരമുണ്ട്, നമുക്ക് പദവിയുണ്ട്, നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഗർവോടുകൂടി പറയുന്നതിനായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇലക്ഷൻ്റേതായിട്ടുള്ള അവസ്ഥ എവിടെയാണ്? സഭയ്ക്കുള്ളിൽ ഇലക്ഷൻ്റെ. അപ്പോൾ ഇങ്ങനെ നീണ്ട പട്ടികകളാണ് ഓരോരുത്തർ പറയുന്നത്. ഞാൻ ഇത്ര വർഷം ഇടവകയുടെ സെക്രട്ടറി ആയിരുന്നു, ഇത്ര വർഷം ഇടവകയുടെ ട്രസ്റ്റി ആയിരുന്നു, ഞാൻ ഇത്ര വർഷം സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. ഇങ്ങനെയുള്ള പട്ടികകളാണ്. അതുകൊണ്ട് എന്നെ എലക്ട് ചെയ്യണം. ആരെങ്കിലും ദയാലുവാണ് എന്നുള്ളത് കൊണ്ട് എലക്ട് ചെയ്യണമെന്ന് പറയുന്നു. ഞാൻ കരുണ കാണിക്കുന്നതായുള്ള മനുഷ്യനാണ്, മഹാമനസ്കനാണ്, ആർദ്രതയോടുകൂടി കനിവോടുകൂടി ഇടപെടുന്നതായുള്ള ആളാണ് പറയൂ. അങ്ങനെയാണ്. അങ്ങനെ ആളുകളെ നമ്മൾ കണ്ടെത്തുമോ? പക്ഷേ നിങ്ങൾ പറയുമായിരിക്കും എപ്പിസ്കോപ്പൽ ഇലക്ഷൻ വേണേൽ ചെയ്തു, ബാക്കിയുള്ളതൊന്നും വേണ്ട. അച്ഛന്മാരെ പോലും ആക്കുമ്പോൾ വേണ്ട, എൻ്റെ മോനെ അച്ഛനാക്കണം, അത്രയേ ഉള്ളൂ. മൂന്നാമത്തേത് പാത്രത്തിൽ വെള്ളമെടുക്കുന്നതായുള്ള ശുശ്രൂഷ. ഞാൻ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച 4 പേർക്കാണ് സെമ്മാശ സ്ഥാനത്തേക്ക് പട്ടം കൊടുത്തത്. ഞാൻ സ്ഥാനവസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവിടെ ഇരുന്നതായുള്ള അവസരത്തിൽ അവരിങ്ങനെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ അവരെ അടുത്ത് വിളിച്ചു. അവരൊക്കെ കമ്മീസിട്ട് നിൽക്കുകയാണ്. ഞാൻ അടുത്ത് വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന് സെമ്മാശ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതായുള്ള ദിവസമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആത്മീയൻ എന്ന് പറയുന്നത് ഇല്ലാതെയായിത്തീരുന്നില്ല. നിങ്ങൾ കുറേ കഴിഞ്ഞ് കശീശയായിട്ട് തീരും. അന്നേരം നിങ്ങൾക്ക് ഈ അൽമായൻ എന്നുള്ളതും സെമ്മാശൻ എന്നുള്ളതായുള്ള സ്ഥാനം ഒന്നും നഷ്ടപ്പെടുന്നില്ല. അതോട് കൂടിയാണ് നിങ്ങൾക്ക് നൽകുന്നത്, അതിന് മുകളിലോട്ടാണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നതായുള്ള മെത്രാപ്പോലിത്തയൊക്കെ പറയുന്നതിനായിട്ട് സാധിക്കണം. മറ്റേ മെത്രാച്ചന്മാർക്ക് ഉള്ളതും എല്ലാ പട്ടക്കാർക്കുള്ളതും സെമ്മാശന്മാർക്കുള്ളതും അൽമായർക്കുള്ളതുമായ ഗുണങ്ങളാണ് എന്നിലുണ്ടാവേണ്ടത്. ഞാൻ കോതമംഗലത്ത് വന്നതായുള്ള അവസരവും വന്നങ്ങോട്ട് ഇരുന്നില്ല. അതിന് മുമ്പേ അതിന് ഒരു പള്ളിയിൽ നിന്ന് കുറച്ച് ആളുകൾ വന്ന് എന്നെ കാണാനായിട്ട്. എന്നാ കാര്യം നിങ്ങൾക്കറിയാമോ? തിരുമേനി പറയാതെ ഇങ്ങനെ അറിയുന്നല്ലേ, ഞങ്ങളുടെ അച്ഛനെ മാറ്റിത്തരണം. അതിപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ അച്ഛനോട് പറയുകയെന്ന് എനിക്ക് നല്ലതായിട്ട് അറിയാം. എന്നാൽ അങ്ങനെ പറയുന്ന ആളുകൾ സഭയിൽ ഇപ്പോൾ ഉണ്ട്. ഞങ്ങളുടെ അച്ഛനെ മാറ്റിത്തരണം. എങ്ങോട്ട് മാറ്റണമെന്നാണ് പറയുന്നത്? ഈ ട്രാൻസ്ജെൻഡർ സമയത്ത് നല്ല തമാശയാണ്. എല്ലാവരും ഇപ്പോൾ ഈ ഗൂഗിളിലല്ല നോക്കുന്നത്. അവർ ഓരോ അച്ഛന്മാരുടെയും പഴയ ഹിസ്റ്ററിയൊക്കെ നോക്കിയിട്ട് പറയും, ഞങ്ങൾക്ക് അച്ഛനെ വേണ്ട, ഇന്നടത്തായിരുന്നപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ. എക്സ്കവേഷനാണ്, വലിയ വലിയ ആളുകളെക്കുറിച്ചുള്ള അന്വേഷണമാണ്. ഇന്ന കാര്യങ്ങൾ എവിടെയാണ് ദീർഘമായിട്ട് ക്ഷമിക്കുന്നത്? എവിടെയാണ് കരുണ കാണിക്കുന്നത്? എവിടെയാണ് ദയോടുകൂടി പെരുമാറുന്നത്? ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് അതിനാണ് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത സമയത്ത് ഈ ബംഗാളിനെ കുറിച്ചൊരു റീലുണ്ടായിരുന്നു, നിങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കും. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്, വേറൊരു കാര്യം. ബംഗാളിൽ കാളിഘട്ട് എന്ന് പറയുന്നത് നല്ലൊരു സ്ഥലമാണ്, കേട്ടിട്ടുണ്ടോ? അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ പണ്ട് നരഹത്യ ഉണ്ടായിരുന്നതല്ല ക്ഷേത്രമാണ്. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയി സ്ലോട്ടർ ചെയ്യും, ബ്ലഡെല്ലാം കാളിദേവിക്ക് കൊടുക്കും. അങ്ങനെയുള്ളതായാലും സ്ഥലം ഇപ്പോൾ ഗവൺമെൻറ് നിയമത്തോടു കൂടി നിരോധിച്ചിട്ടുണ്ട്.
ഇനി ആനിമൽ സാക്രിഫൈസ് അല്ലാതെ വേറെ ഒരു സാക്രിഫൈസും പാടില്ല. അങ്ങനെ മനുഷ്യ കുഞ്ഞുങ്ങളെയൊക്കെ ഇപ്പോൾ ബലി കഴിച്ചാൽ അകത്തായിരിക്കും. ഈ കാളികെട്ടെന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ അടുത്ത് നമ്മൾക്കറിയാവുന്ന മദർ തെരേസ ഒരു ഭവനം നിർമ്മിച്ചു. അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കെട്ടിടമൊക്കെ അവർ ഒരു വാടകയ്ക്ക് വാങ്ങിച്ചു. നിർമ്മൽ ഹൃദയം എന്നാണ് അതിന് പേരിട്ടത്. അവിടെ ആ പ്രദേശത്തെ സാധാരണ സംഭവിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഉള്ളതായെല്ലാം മാൻസ്ലോട്ടർ, ഇല്ലെങ്കിൽ അവിടെയാണ് കൊണ്ടുവന്ന് ചിത ഒരുക്കുന്നത്. അപ്പോൾ അത് ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊരു പുസ്തകം വേറെയുണ്ട്, അത് ഇന്നിപ്പോൾ പറയുന്നില്ല. എന്നാൽ ഈ കാളികെട്ടിൽ അമ്മ നിർമ്മൽ ഹൃദയം ആരംഭിച്ചതായുള്ള അവസരത്തിൽ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ അമ്മയെ അവിടെ ആവശ്യമില്ല, അവർ മതപരിവർത്തനം തോന്നിയിരിക്കുക, അവർ പറഞ്ഞേക്കണം. പോയി പറഞ്ഞത് പോലീസ് സൂപ്രണ്ടിൻ്റെ അടുത്താണ് പോയി പറഞ്ഞത്. അപ്പോൾ പോലീസ് സൂപ്രണ്ട് പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് പോയാൽ ഒന്ന് കാണാം. അറിയിക്കാതെയാണ് പോലീസ് സൂപ്രണ്ടും ആളുകളും എല്ലാം കൂടെ അവിടെ ചെന്നത്. അവിടെ ചെന്നതായുള്ള അവസരത്തിൽ വൃദ്ധനായുള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തിന് ഇങ്ങനെ ഓട്ടുമീലോ മറ്റോ കൊടുത്തുകൊണ്ടിരിക്കുക. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അങ്ങ് ശ്രദ്ധിച്ചു. ഇപ്പോൾ പെട്ടെന്ന് ഒരു പാത്രം എടുക്കാനായിട്ട് ഇല്ലാത്തതുകൊണ്ട് കൈ ഇങ്ങനെ കാണിച്ചു, കയ്യിലോട്ടാണ് ശ്രദ്ധിച്ചത്. മദർ തെരേസയാണ് ശുശ്രൂഷിക്കുന്നത്. അത് കൊണ്ടുപോയി കളഞ്ഞിട്ട് കൈയും കഴുകിയിട്ട് പിന്നെ വന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയാണ്. ഈ പോലീസ് സൂപ്രണ്ട് പറഞ്ഞു, എന്നെ നിങ്ങളുടെ അമ്മമാരും നിങ്ങളുടെ സഹോദരിമാരും വന്ന് ഈ പ്രദേശത്ത് ഈ ശുശ്രൂഷ ചെയ്യുമോ അന്ന് ഞാൻ അമ്മയെ പാക്ക് ചെയ്യാം. ഇന്ന് ഈ ലോകത്തിൽ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് മൈനോറിറ്റിയാണ്. എന്നാൽ അല്പമേ വേണ്ടൂ. എന്ത്? ഉപ്പ്. അധികമൊന്നും വേണ്ട, അല്പമേ വേണ്ടൂ. രുചി വന്നാൽ മതി. അങ്ങനെയല്ലേ നോക്കുന്നത്? രുചി വന്നോ എന്നല്ലേ നിങ്ങൾ നോക്കുന്നത്? ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഈ ലോകത്തിൽ. ബിക്കോസ് ഓഫ് അവർ ലൈഫ് ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് ഉണ്ടാക്കുന്നതിനായിട്ട് സാധിക്കും. ആ കാളികെട്ടിൽ തന്നെ ഒരു പൂജാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വയസ്സായപ്പോൾ തള്ളി, വേണ്ട ഞങ്ങൾക്ക് വേറൊരാളെ മതി, ചെറുപ്പമുള്ള ഒരാളെ മതി. അദ്ദേഹത്തിന് ക്ഷയരോഗം വന്ന് അദ്ദേഹം രക്തമൊക്കെ ഛർദ്ദിച്ച് റോഡിൽ ആരും നോക്കാനില്ലാതെ കിടക്കുന്നതായുള്ള അവസരത്തിൽ ഈ കാളികെട്ടിൽ നിർമ്മല ഹൃദയത്തുള്ള സിസ്റ്റേഴ്സ് എന്നാണ് താങ്ങിയെടുത്ത് ആ ഭവനത്തിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ചത്. അദ്ദേഹം മരിച്ചത് മദർ തെരേസയുടെ മടിയിൽ കിടന്നുകൊണ്ടാണ്. മദർ തെരേസ ആ ഗംഗയിലെ വെള്ളം ഇറ്റിച്ച് അദ്ദേഹത്തിൻ്റെ വായിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ റോഡിൽ കിടന്നപ്പോൾ ഒരു മൃഗത്തെ പോലെയാണ് കിടന്നത്, എന്നെ ഇപ്പോൾ ദൈവദൂതനെ പോലെയാണ് എന്നെ ശുശ്രൂഷിക്കുന്നത്. ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് നമ്മളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുവാനായിട്ട് സാധിക്കും. യേശു തമ്പുരാൻ ചെയ്തത് തന്നോടുകൂടി ഉണ്ടായിരുന്നതായുള്ള ശിഷ്യന്മാർ നമ്മളിവിടെ തന്നെ വായിക്കുന്നു, ഈ ഭാഗത്ത് തന്നെ വായിക്കുന്നുണ്ട്. ഒന്ന്, ഒരമ്മ 2 പേരുടെ ആവശ്യം തൻ്റെ മക്കളായിട്ടുള്ള സബദിപുത്രന്മാരോട് അവരെ യേശുവിൻ്റെ ഇടത്തും വലത്തും ഒക്കെ ഇരിക്കണമെന്നാണ് പറഞ്ഞ് വരുന്നത്. ഈയിടെ ഒരു കുഞ്ഞ് ചോദിച്ചു, അപ്പം ഈ ഇടത്തും വലത്തും തമ്മിലുള്ള വ്യത്യാസം തന്നെ, എവിടെ ഇരുന്നാലല്ല? അപ്പം പറഞ്ഞു കൊടുക്കുകയാണ്, ഇടത്തോ വലത്തോ എന്നുള്ളതല്ല, നിനക്ക് ദൈവവചന പ്രകാരം ജീവിക്കുവാൻ കഴിയുമോ എന്നതാണ് പ്രധാനം. ഈ 2 പേര് ഇത് ചോദിച്ചതായിട്ടുള്ള അവസരത്തിൽ ബാക്കിയുള്ളവർ നീരസപ്പെട്ടു എന്ന് വായിക്കുന്നുണ്ട് ദൈവവചനത്തിൽ. നീരസപ്പെട്ടു. ആരും കയറി വരുന്നത് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ല.
ഈ മലയാളികളെക്കുറിച്ച് സാധാരണ പറയാറുണ്ട്, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പറയുന്ന കാര്യമാണ്. ഞണ്ടിൻ്റെ സ്വഭാവമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒത്തിരി ഞണ്ടുമാരുണ്ട്. ഞണ്ടിൻ്റെ സ്വഭാവമാണ്. എന്നാ കാര്യം? കയറി വരുന്നുണ്ടെങ്കിൽ കാലെ പിടിച്ച് താഴേക്കിടും. അതുകൊണ്ട് ഈ ഞണ്ടിനെ ഇടുന്നതായാലും പാത്രത്തിന് അടപ്പൊന്നും വേണ്ട, അത് തന്നെ കൈകാര്യം ചെയ്തോളൂ. മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. എന്തൊക്കെയാ? ഒന്ന്, വട്ടപൂജ്യമായിട്ട് തീരണം. രണ്ട്, കുരിശ് വഹിക്കുന്നതിനായിട്ട് സാധിക്കണം. മൂന്ന്, പാത്രത്തിൽ വെള്ളമെടുത്തുള്ള ശുശ്രൂഷ ചെയ്യണം. ഇതാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭാഗത്തിൽ പറയുന്നതിനായിട്ട് ശ്രമിക്കുന്നത്. ഇടത്തും വലത്തും ഇരിക്കണമെന്ന് പറയുന്നതായുള്ള കോൺടെക്സ്റ്റാണ് കർത്താവ് പറയുന്നത്. അത് ആർക്കുന്നത് ദൈവമാണ് നിശ്ചയിക്കുന്നത്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇപ്രകാരം ഗുണങ്ങളുള്ളതായിട്ടുള്ള ആളുകളായിട്ട് തീരണം, വിശേഷതയുള്ളവരായിട്ട് തീരണം. ആ വിശേഷതയുള്ള ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് തീരുവാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നാം ദേവാലയത്തിൽ വരുന്നതും ആരാധിക്കുന്നതെല്ലാം അതിനു വേണ്ടിയിട്ടാണ്. ദൈവമേ, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരായിരിക്കാൻ കൊണ്ട് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും നിനക്ക് ശുശ്രൂഷ ചെയ്യുന്ന നീ ഇരിക്കുന്നിടത്ത് ഇരിക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നീ ഇരിക്കുന്നിടത്ത് ഞങ്ങളും വന്നിരിപ്പാൻ്റെ പാണ് ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ എന്നത് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ദൈവവചനത്തിലൂടെ എന്ന് ചിന്തിപ്പാൻ്റെ കോണം ഞങ്ങളെ ഇടയാക്കി തീർത്തതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവിതത്തിൽ വട്ടപൂജ്യമായി തീരുന്ന അനുഭവം ഞങ്ങൾക്ക് നൽകിത്തരികയും ഞാനോ കുറയണം അവനോ വളരണം എന്ന് പറയുന്നതായുള്ള അനുഭവത്തിൽ ക്രിസ്തു ഞങ്ങൾ വളരുന്നതായുള്ള അനുഭവക്കാരായി തീരുവാൻ്റെ കോണം സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ശൂന്യമായി തീർന്നതായുള്ള കർത്താവേ, കുരിശെ കാണുക മാത്രമല്ല കുരിശെ ധരിക്കുന്നവരായി ജീവിതത്തിനെ ഭാഗമാക്കി തീർക്കുന്ന അനുഭവക്കാരായി തീരുവാൻ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയുടെ സേവനത്തിൻ്റേതായുള്ള മാതൃക ഈ ലോകത്തിൽ കാട്ടിത്തന്നതായുള്ള കർത്താവേ, പാത്രത്തിൽ വെള്ളമെടുത്ത് കാലുകളെ കഴുകുന്നതായുള്ള ശുശ്രൂഷയിൽ വ്യാപൃതരായിപ്പാൻ ഞങ്ങളെല്ലാവരെയും ഇതിനെ സഹായിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ.